സ്കൂൾ ബാഗിന്റെ ഭാരം കുറയ്ക്കാനും ബാക്ക് ബെഞ്ചസ് ഇല്ലാത്ത ക്ലാസ് മുറികൾ നടപ്പാക്കാനും നടപടി. കരട് റിപ്പോർട്ടിന് അംഗീകാരം നൽകിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ജനുവരി 20 വരെ അറിയിക്കാം. നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് വരുന്ന അധ്യയന വർഷം തന്നെ മാറ്റങ്ങൾ നടപ്പിലാക്കാൻ നീക്കം. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നുണ്ട്. ശ്രീനന്ദ, വെരി ഗുഡ് ഈവനിങ്. ഒരു അടിമുടി പരിഷ്കാരത്തിനൊരുങ്ങുകയാണോ നമ്മുടെ അടുത്ത അധ്യയന വർഷം? ഈ സ്കൂൾ ബാഗിന്റെ ഭാരം കുറയ്ക്കാൻ എന്ത് നടപടിയാകും സർക്കാർ സ്വീകരിക്കുക? ഒപ്പം ഈ ബാക്ക് ബെഞ്ചസ് ഇല്ലാത്ത ക്ലാസ് മുറികൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആശ്ചര്യം തോന്നുന്നു. അതൊക്കെ എങ്ങനെയാകും നടപ്പിലാക്കുക? ശ്രീനന്ദ. ഗുഡ് ഈവനിങ് അശ്വതി. വളരെ കുട്ടികൾക്ക് നമ്മൾ കുട്ടികളായിരുന്ന കാലം മുതൽ നമുക്കറിയാം ബാഗിന്റെ ഭാരം നമുക്ക് എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന്. അതിനൊക്കെ ഒരു പരിഹാരം എന്ന രീതിയിലാണ് ഇപ്പോൾ പുതിയ ഉത്തരവ് മന്ത്രി വി ശിവൻകുട്ടി ഇറക്കിയിരിക്കുന്നത്. ബാഗിന്റെ ഭാരം കുറയ്ക്കാനും അതുപോലെ തന്നെ ബാക്ക് ബെഞ്ചേഴ്സ് ഇല്ലാത്ത ക്ലാസ് മുറികൾക്കുമുള്ള ഒരു അംഗീകാരം അല്ലെങ്കിൽ കരട് റിപ്പോർട്ടിനാണ് ഇപ്പോൾ ഒരു അംഗീകാരം നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഗുണപരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളൊരു സുപ്രധാന നീക്കമാണ് അല്ലെങ്കിൽ സുപ്രധാന നിർദ്ദേശങ്ങളാണ് ഈ ഒരു നടപടിയിലൂടെ മന്ത്രി ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. കുട്ടികളുടെ ശാരീരികവും മാനസികപരമായ ഉല്ലാസവും ഉറപ്പാക്കുന്നതിനായി സ്കൂൾ ബാഗിന്റെ ഭാരം കുറയ്ക്കുക, അതുപോലെ ക്ലാസ് മുറികളുടെ ജനാധിപത്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് ബാക്ക് ബെഞ്ചേഴ്സ് ഇല്ലാത്ത പഠന അന്തരീക്ഷം. തീർച്ചയായും ബാക്ക് ബെഞ്ചേഴ്സ് ഇല്ലാത്ത ഒരു ക്ലാസ് മുറി എങ്ങനെ ആകുമെന്നാണ് ചിന്തിക്കുന്നത്. എന്തായാലും സ്കൂൾ ബാഗിന്റെ ഭാരം കുറയ്ക്കാനും ബാക്ക് ബെഞ്ചേഴ്സ് ഇല്ലാത്ത ക്ലാസ് മുറികൾ നടപ്പാക്കാനും ഒക്കെ ഒരു സർക്കാർ തീരുമാനം എടുത്തിരിക്കുന്നു. അടുത്ത അധ്യയന വർഷം മുതലാണ് ഈ തീരുമാനം പ്രാബല്യത്തിൽ വരിക. ശ്രീനന്ദയാണ് തലസ്ഥാനത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.